ദൈവം സഹനം തരും. ചില സഹനം ദൈവം തരും. ചില സഹനങ്ങൾ ദൈവത്തിന് സഹനമാണ്, ദൈവം തരം സഹനമാണ്. ഉദാഹരണത്തിന് പത്രോസ്ലീഹ സഹനവും തകർച്ചയും മരണവും എന്താ പറയുക, ദൈവം കൈവിട്ടതിൻ്റെയോ ഒക്കെ അടയാളമാണെങ്കിൽ പത്രോസ്ലീഹ കൊല്ലപ്പെട്ടതെങ്ങനെ, പൗലോസ്ലീഹ മരിച്ചതെങ്ങനെ? ഇവിടെയൊക്കെ ജീവിതം പറ്റേ പരാജയമായി പോയില്ലേ? പറ. പത്രോസിന്റെ ജീവിതം വിശുദ്ധ പത്രോസിൽ നിന്നും പരാജയമായിരുന്നോ അല്ലയോ? വിശുദ്ധ പത്രോസിന്റെ ജീവിതം പരാജയമായിരുന്നോ വിജയമായിരുന്നോ? മറുപടി എനിക്ക് പറയണം. വിശുദ്ധ പത്രോസിന്റെ ജീവിതം പരാജയമായിരുന്നോ വിജയമായിരുന്നോ? വിജയമായിരുന്നു. മരിച്ചത് എങ്ങനെയാ? കൊല ചെയ്യപ്പെട്ടു. പൗലോസിന്റെ ജീവിതം വിജയമായിരുന്നോ പരാജയമായിരുന്നോ? വിജയമായിരുന്നു. മരിച്ചത് എങ്ങനെയാ? കഴുത്തു വെട്ടി കൊന്നു, ഇല്ലേ? യാക്കോബിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? പരാജയമായിരുന്നു വിജയമായിരുന്നോ? കൊല ചെയ്യപ്പെട്ടു. ബർത്തലോമയുടെ ജീവിതം പരാജയമായിരുന്നു വിജയമായിരുന്നു? വിജയമായിരുന്നു. മരണം എങ്ങനെയാ? കൊല ചെയ്യപ്പെട്ടു. അതൊക്കെ ക്രൂരമായി എക്സ് അടയാളത്തിലുള്ള കുരിശൽ എന്താ പറയാ കൊല്ലുക ചെയ്തത്. എന്റെ മക്കളെ, അതുകൊണ്ട് സഹനവും മരണവും തകർച്ചയും ജീവിതത്തിന്റെ പരാജയത്തിന്റെ അടയാളമല്ല. ചില സഹനങ്ങൾ ദൈവം നൽകും. ഇത് പ്രസംഗിക്കുന്ന അച്ഛൻ 7 വർഷക്കാലം കഠിനമായ ഒരു സഹനത്തിലൂടെ കടന്ന ഒരാളായത് കൊണ്ടാണ് ഞാൻ ആധികാരികമായി പരമബോധ്യത്തോടെ ഞാനിത് പറയുന്നത്. ദൈവം സഹനം തരും. അൽഫോൻസാമ സഹനമായിരുന്നു, ദൈവം കൊടുത്തു. അന്ന് മനസ്സിലായില്ല. അന്ന് മെത്രാന്മാർ പ്രാർത്ഥിച്ചു, വൈദികർ പ്രാർത്ഥിച്ചു, സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചു, കൊച്ചു കുട്ടികൾ പ്രാർത്ഥിച്ചു, സ്കൂളിൽ പോയി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം ഈ പാപ്പടി സിസ്റ്ററിന് സഹനം മാറ്റിക്കൊടുത്തോ? ഇല്ല. ഈ സഹനം എങ്ങനെ വന്നു? അതിന്റെ ഉത്തരം നമുക്കറിയാം. ദൈവ സഹനം കൊടുത്തു. കൊച്ചു ത്രേസ്യ 30 വയസ്സ് പോലും തികയുന്നതിന് മുമ്പാണ് മരണപ്പെട്ടത്. ജീവിതം പരാജയമായിരുന്നോ? നോ. ലോകം മുഴുവനുമുള്ള എല്ലാ എന്താ പറയുക ഈ മിഷൻ പ്രവർത്തനത്തിന്റെ മധ്യസ്ഥയാണ് കൊച്ചു ത്രേസ്യ. കട്ടിലെന്ന് ഏറ്റിട്ടില്ല, എവിടെയും പോയിട്ടുമില്ല. നോക്കുക, ആ സഹനം പരാജയമായിരുന്നില്ല, സഹനം വിജയമായിരുന്നു. അപ്പം ചില സഹനങ്ങൾ ദൈവം കൊടുക്കും. അവൻ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സഹനം വരുമ്പോൾ പെട്ടെന്ന് പതറരുത്. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പള്ളിയിലേക്ക് ഓടുക എന്നതാണ്. എന്നിട്ട് നല്ലൊരു കുമ്പസാരം കഴിയുക, നല്ലൊരു കുമ്പസാരം, പരിപൂർണമായി കുമ്പസാരം. എന്നിട്ട് വിശുദ്ധി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുക. എന്നിട്ട് ദേവാലയത്തിൽ ഇരുന്നിട്ട് ചിന്തിക്കുക, ഈ സഹനം എൻ്റെ പാപം മൂലം, എൻ്റെ അകൃത്യം മൂലം വന്നതാണോ, അതോ എൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ മറ്റാരുടെയും പൊതുസമൂഹത്തിൽ മറ്റാരുടെയും സഹനം തിന്മ കൊണ്ട് വന്നതാണോ, അതോ ദൈവം സഹനം തന്നതാണോ?